പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ കടലാസ് ചെടി അല്ലേ. അപ്പം നിങ്ങളിൽ പലവരും എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, അതായത് കടലാസ് ചെടി ഇലകൾ മാത്രമേ ഉള്ളൂ, പൂവൊന്നും ഉണ്ടാവുന്നില്ല, അതുപോലെ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടും പൂക്കൾ ഉണ്ടാവുന്നില്ല, ഇലകൾ മാത്രമായിട്ട് നിൽക്കുന്നു എന്നൊക്കെ കുറേ സംശയങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കടലാസ് ചെടി നല്ല രീതിയിൽ പൂക്കാനായിട്ട്, അതായത് ഈ ഒരു കഴിഞ്ഞ മാസം മുതൽ തന്നെ പൂക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയമായിട്ടും ചില വീടുകളിലൊന്നും പൂത്തിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ 10 പൈസ ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളവ് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കടലാസ് ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും നല്ല കളർഫുള്ളായിട്ട് നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, നല്ല വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയമായിട്ടും ഒട്ടും പൂക്കളില്ലാത്ത ചെടിയിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, കടലാസ് ചെടി വളരെ കരുത്തുള്ള ഒരു ചെടിയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ കൊണ്ടാണ് ഇത് പൂക്കാത്തത്. മെയിനായിട്ടുള്ള കാരണം സൂര്യപ്രകാശം ലഭിക്കാത്തതിൻ്റെ ഒരു മെയിൻ കാരണമാണ്. പിന്നെ അതുപോലെ അധികം വെള്ളം, തെറ്റായിട്ടുള്ള വളം, പ്രൂണിങ് ചെയ്യാത്തത്, വലിയ ചട്ടി, ഇതൊക്കെ ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒട്ടും പൂക്കളുണ്ടാവില്ല നമ്മുടെ ചെടിയിൽ. അപ്പോൾ മെയിനായിട്ട് കാര്യം ശ്രദ്ധിക്കേണ്ട സൂര്യപ്രകാശം നല്ല രീതിയിൽ വേണം. പിന്നെ അധികം ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മുടെ ചെടിയോട് വാടാറായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രം നനച്ച് കൊടുക്കുക. നല്ല വെയിലത്താണ് ചെടി നിൽക്കണേ, ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ നനച്ച് കൊടുക്കണം. ഒട്ടും നനയ്ക്കാതിരിക്കരുത്, പക്ഷേ ഓവറായിട്ട് നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞ് കമ്പുകളിൽ പോലും നിറയെ പൂത്ത് നിൽക്കുന്ന ചെടിയാണ് കേട്ടോ. നമ്മൾ ചെറിയൊരു കഷ്ണം കമ്പ് നടന്ന വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെയും വീഡിയോയിൽ വന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് പൊടിപ്പിക്കാം, ഹൈബ്രിഡ് എങ്ങനെ പൊടിപ്പിക്കാം. ഹൈബ്രിഡൊക്കെ പൊടിപ്പിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇടാം കേട്ടോ. അതെല്ലാം ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അധികമായിട്ട് വെള്ളം ഒഴിക്കാതിരിക്കുക. പിന്നെ തെറ്റായിട്ടുള്ള വളം, പല വളങ്ങളും മാറി മാറി കൊടുക്കുക. ഒരു വളം നമ്മൾ 15 ദിവസം കൊടുത്തിട്ട് അടുത്ത വളം കൊടുക്കുക കേട്ടോ. DAP ഒക്കെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. NPK DAP ഒക്കെ 15 ദിവസം ഇടവിട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ എല്ലുപൊടിയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ആട്ടിൻ കാഷ്ടം പൊടിച്ചത് അത് ഇട്ട് കൊടുക്കുക. എല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ ഒരുമിച്ചൊന്നും ഇട്ട് കൊടുക്കരുത്. 10-15 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. ഏറ്റവും മെയിനായിട്ട് ഇതുപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം വേണം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ബാൽക്കണിയിലോ നിഴലിലോ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ വെട്ടമില്ലാത്ത ഭാഗത്തൊക്കെ നമ്മുടെ പ്ലാന്റ് വെച്ചാൽ ഇലകൾ മാത്രമേ കാണുള്ളൂ, ഇങ്ങനെ ആർത്ത് നിൽക്കും, പൂക്കളുണ്ടാവില്ല. അപ്പോൾ ടെറസ് അല്ലെങ്കിൽ മുറ്റം നല്ല ഫുള്ള് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൂര്യനില്ലെങ്കിൽ പൂവുണ്ടാവില്ല. ഇതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാരണം. നമ്മൾക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സമയം, നല്ല ചൂട് കിട്ടുന്ന സമയമാണെങ്കിൽ നമുക്ക് ചെടി നനച്ച് കൊടുക്കണോണ്ട് കുഴപ്പമില്ല. നമ്മൾ നനയ്ക്കുന്ന സമയത്ത് മഴ പെയ്യുന്ന പോലെ ചെടിയിലോട്ട് പൂക്കളിലോട്ടൊന്നും നന്നായിട്ട് ഒഴിക്കാതെ ചെടിയുടെ ചോട്ടിൽ മാത്രം നന്നായിട്ട് നനച്ച് കൊടുക്കുക. നന്നായിട്ട് ഒലിച്ച് പോകണ്ടോ എന്ന് നോക്കുക. പോട്ടിൻ്റെ അടിയിൽ ഹോൾസ് ഉണ്ടോ അല്ലെങ്കിൽ തടഞ്ഞിരിക്കണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം നനച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ചെടി ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ വളരുന്ന കമ്പുകളെല്ലാം വെട്ടി മാറ്റണം. പൂക്കൾ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞതിന് ശേഷം നമ്മൾ കമ്പുകളെല്ലാം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് പിന്നീട് പൂക്കൾ തരുള്ളൂ. കമ്പുകൾ വെട്ടാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവില്ല. പിന്നെ ആവശ്യത്തിന് വളം കൊടുക്കണം. ചെടിക്ക് ആവശ്യമുള്ള വളങ്ങളൊക്കെ കറക്റ്റ് സമയത്തിന് കൊടുക്കണം. മണ്ണ് പൂർണ്ണമായിട്ട് ഉണങ്ങിയ ശേഷം മാത്രമാണ് വെള്ളം കൊടുക്കാമുള്ളൂ. ദിവസവും വെള്ളം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഓവറായിട്ട് വെള്ളം കൊടുക്കാതിരിക്കുക, അത്ര കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വെള്ളം നിൽക്കുന്ന മണ്ണ് കടലാസ് ചെടിക്ക് ശത്രുവാണ്. അതായത് 40 ബെസ്റ്റ് സോയിൽ മിക്സ് എന്ന് പറയുന്നത് 40% ഗാർഡൻ സോയിലും 30% മണലും 20% കമ്പോസ്റ്റും 10% ചാണകപ്പൊടി അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റാണ് വേണ്ടത്. ഡ്രൈനേജ് ഹോളുള്ള ചട്ടി നിർബന്ധമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും ചില ചെടികൾ പ്രൂണിങ് ചെയ്യാറില്ല, അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് നമുക്ക് ചെടിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വളം കാണിക്കാം. ആദ്യം കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ മെയിനായിട്ട് ചാരമാണ് ചേർക്കുന്നത്. നമുക്ക് 10 പൈസ ചിലവില്ലാതെ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളമാണ്. കാരണം എന്ന് വെച്ചാൽ നന്നായിട്ട് പൂക്കൾ തരാനായിട്ട് ഈ ഒരു സമയത്ത് പൂക്കളില്ലാത്ത ചെടികളിലൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് റോസയ്ക്കും അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കഞ്ഞിവെള്ളമാണ്. നല്ല കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളം, ഒരു 1.5 ലിറ്റർ ഉണ്ട് കേട്ടോ. ആ 1.5 ലിറ്ററിലേക്ക് ഒരു 2 പിടിയോളം ചാരം, വിറക് കത്തിച്ച ചാരം തന്നെ ചേർക്കണം. അതുപോലെ തന്നെ ഞാനൊരു 3-4 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നേർപ്പിക്കുക. എത്ര നേർപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അത്രയും നേർപ്പിച്ച് എടുക്കാം കേട്ടോ. വെള്ളം കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, നല്ല നേർപ്പിച്ച് തന്നെ എടുത്ത് നന്നായിട്ട് നമ്മുടെ ചാരവും ഈ കഞ്ഞിവെള്ളത്തിൻ്റെ മിക്സും കൂടി നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. ഇത് നല്ല രീതിയിൽ പതപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പ്ലാന്റ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പ്ലാന്റ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കളകളെല്ലാം പറിച്ചു മാറ്റണം കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ഈ ചെടി നല്ല സൂര്യപ്രകാശത്ത് ഇത് നനച്ച്
കുറച്ച് കഴിഞ്ഞിട്ട് നല്ല സൂര്യപ്രകാശത്തോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ തരും. എല്ലാ ചെടിച്ചട്ടിയിലും നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. ഇത് നമുക്കൊരു 6-8 ദിവസം ഇടവിട്ട് നമുക്ക് ആഴ്ചയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒട്ടും പൂക്കളില്ല, ഈ ഒരു സീസണായിട്ടും പൂക്കളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തോളൂ. പിന്നെ നമുക്ക് ഇത് റോസയ്ക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. റോസയ്ക്ക് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ റോസയിൽ ഉണ്ടാകുന്ന പുഴുക്കൾ, പൂവിച്ച, അതുപോലെ ചെറിയ ചെറിയ പുഴുക്കളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, റോസയുടെ കുഞ്ഞു മുട്ടൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്ന ഒരു സംഭവം, അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ തരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കടലാസ് ചെടിക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ബുഷായിട്ട് തന്നെ പൂക്കൾ നിൽക്കും. പൂക്കളിന് തന്നെ നല്ല കളറും ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു വളം നിങ്ങൾ ചെയ്ത് കൊടുത്ത് നോക്കുക. നല്ല രീതിയിൽ പൂക്കാത്ത ഏത് ചെടിയും നല്ല രീതിയിൽ കുലകത്തി പൂക്കാനായിട്ട് ഈ ഒരു വളം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ നിൽക്കുന്ന പൂക്കളെല്ലാം ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞ് പൂക്കളെല്ലാം കൊഴിയാറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നീളം പിടിച്ച ശാഖകളൊക്കെ വെട്ടി മാറ്റണം. കുരുങ്ങിയ ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്യണം കേട്ടോ. 10-15 ദിവസത്തിനകം പുതിയ ഷൂട്ട് വരും. അവിടെയാണ് പിന്നെ പെട്ടെന്ന് പൂക്കൾ വരുന്നത്. നൈട്രജൻ കൂടുതൽ വെള്ളം നിങ്ങൾ ഒഴിവാക്കണം. അത് ഇല മാത്രമേ വളരുള്ളൂ. പൂക്കാനുള്ള ബെസ്റ്റ് ഓർഗാനിക്കുള്ള വളങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണിച്ച വളമൊക്കെ നമുക്ക് പൂക്കാനുള്ള വളങ്ങളാണ്. പിന്നെ ബോൺ മീൽ ഒരു മാസത്തിലൊരു പ്രാവശ്യമൊക്കെ കൊടുക്കാം. ബനാന പീലിൻ്റെ വാട്ടറൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുക്കുന്നത് നല്ലതാണ്. കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളം 15 ദിവസത്തിലൊരിക്കൽ കൊടുക്കുന്നതാണ്. ചാരം, പിന്നെ അതുപോലെ മുട്ടത്തൊണ്ട് പൊടിച്ചത് ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കാം. എല്ലുപൊടിയും ചാരപൊടിയും മിക്സ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം 15 ദിവസത്തിലിടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളങ്ങളാണ്. പിന്നെ ആട്ടുംകാഷ്ടം പൊടിച്ചതും അര സ്പൂൺ വീതമൊക്കെ ചെടിയുടെ ചുവട്ടിൽ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കണം, നല്ലതാണ്. അതൊരു 10-20 ദിവസം ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ അതായത് ഇതുപോലെ നല്ല രീതിയിൽ നമ്മുടെ ചെടി പൂത്ത് നിൽക്കും കേട്ടോ. അത്ര ഭംഗിയായിരിക്കും നമ്മുടെ വീട്ടിൽ പൂക്കളുണ്ടായി കിടക്കണ കാണാനായിട്ട്. പിന്നെ അല്പം ചെറിയ ചട്ടിയാണെങ്കിൽ കൂടുതൽ പൂവുണ്ടാകും. വലിയ ചട്ടിയാകുമ്പോൾ ഇലകൾ മാത്രമായിരിക്കും. അപ്പോൾ മീഡിയം ടൈപ്പ് ചട്ടിയിൽ ചെടി വളർത്താനായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എന്തെങ്കിലും മീലി ബഗ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാണെങ്കിൽ നീം ഓയിൽ നമുക്ക് ചെടിയിൽ സ്പ്രേ ചെയ്യാം. 5 ml നീം ഓയിൽ 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെടിയിൽ സ്പ്രേ ചെയ്താൽ ഇടയിലുണ്ടാകുന്ന ചെറിയ പുഴുക്കളുടെ ശല്യമൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു മാസങ്ങളിലൊക്കെ പൂക്കളില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓവറായിട്ട് വളം കൊടുക്കാൻ പാടില്ല. ചിലവർ പൂക്കളില്ലെന്ന് വിചാരിച്ച് നന്നായിട്ട് നനച്ച് കൊടുക്കും. ഒരിക്കലും അങ്ങനെ ചെടി നനച്ച് കൊടുക്കരുത്. പലവരും പന്ന് വീഡിയോയിൽ പറയാറുണ്ട്, ഞാൻ നന്നായിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് വളങ്ങൾ കൊടുക്കുന്നുണ്ട്, എന്നിട്ടും പൂക്കളില്ലെന്ന്. നമ്മൾ പൂക്കളില്ലാത്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. കുറേ നാളുകളായിട്ട് ഒരു ചട്ടി തന്നെയായിരിക്കും ആ പ്ലാന്റ് നിൽക്കുന്നത്. പരമാവധി ചട്ടി ഒന്ന് മാറ്റുക. കുറേ നാളുകളായിട്ടും ചട്ടി മാറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് മാറ്റുക. പിന്നെ അതുപോലെ മെയിനായിട്ട് കമ്പുകളെല്ലാം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് അതിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വളവും കൊടുത്ത് ആ ഒരു മിക്സൊക്കെ ആവശ്യത്തിന് വളമൊക്കെ കൊടുത്ത് ഒന്ന് ചെടിയുടെ ചുവടൊക്കെ ഇളക്കി കഴിഞ്ഞ് നല്ല സൂര്യപ്രകാശത്ത് വെച്ച് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് വളവും കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സമയത്ത് പൂക്കൾ തരും. എത്ര പൂക്കാത്ത ഒരു പ്ലാന്റ് ആണെങ്കിലും പൂക്കൾ തരും. ഒട്ടും പൂക്കളില്ലാത്തൊരു ചെടിയാണെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ് പ്രൂണിങ് ചെയ്യണം. ഹാർഡ് പ്രൂണിങ് ചെയ്തിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൂക്കളുണ്ടാവും. അത് നമുക്ക് NPK കൊടുക്കുന്നത് നല്ലതാണ്, DAP കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഞാൻ കുറേ വീഡിയോസിൽ കുറേ വളങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ ഈ കാണുന്ന ബൊഗൈൻവില്ലാസ് എല്ലാം നമുക്ക് സെയിലിന് വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് എല്ലാം തൈകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കട്ടിങ്സ് ഒന്നും ഇല്ല. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ്. അപ്പോൾ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ഞാൻ ഇവിടെ വെച്ചേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഒന്നെങ്കിൽ വന്ന് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽസ് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയ കട്ടിങ്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല. ചെറിയ തൈകളും അതുപോലെ ഇതുപോലത്തെ മദർ പ്ലാന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചെറിയ തൈകളൊക്കെ അവൈലബിൾ ആണ്. എല്ലാ ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.